Dear students, നമ്മളെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് 1 ഒരു ഹിസ്റ്ററി ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂസീവ് പോളിസീസ്, പിന്നെ IEDSS, അങ്ങനെ കുറച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ വിചാരിക്കണു നിങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു ചെറിയ ടൈറ്റിലിന്റെ ചെറിയ ചെറിയ വീഡിയോ നോട്ട്സ് ആയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കാണുക. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ക്ലാസ് റൂമിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ എൻ്റെ അവർ നിങ്ങൾക്ക് ഡിസ്കഷൻസ് അത് വീഡിയോസ് കാണുകയും ചെയ്യാം, അതിന്റെ നോട്ട്സും പ്രിപ്പയർ ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിസ്കഷൻസ് വെക്കാം. അപ്പൊ നിങ്ങളുടെ ക്ലാസ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഹിസ്റ്ററി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോളിസീസ്, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ഫോർമേഷൻ എങ്ങനെയായിരുന്നു ഇന്ത്യയിൽ എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കുറച്ചും കൂടി നമ്മുടെ ഒരു പോളിസി പെർസ്പെക്റ്റീവില് എങ്ങനെയാണ് നമ്മുടെ നേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നത്, എങ്ങനെയാണ് അതിന്റെ ഒരു പോളിസി പെർസ്പെക്റ്റീവില് ഇൻക്ലൂസീവ് ആസ്പെക്റ്റുകൾ എഡ്യൂക്കേഷനിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്, അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയാണ്, അതിന്റെ ഒരു ഡെവലപ്മെന്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമേഷൻ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ പോളിസീസും നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള പ്രൊവിഷൻസും ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നത് എന്നുള്ളതിന്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഹിസ്റ്ററി ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് പറയുന്നത്. നമുക്ക് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു ഒരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്ന കുറച്ച് കമ്മീഷൻസ് ആണ് രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ തുടങ്ങിയ എഡ്യൂക്കേഷൻ കമ്മീഷനുകളാണ് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷൻസ്. അപ്പൊ അതില് കോത്താരി കമ്മീഷൻ ആണ് 1964-66. നിങ്ങൾക്ക് അറിയാലോ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ തുടങ്ങിയ കമ്മീഷനുകളുണ്ട്. അതിൽ കോത്താരി കമ്മീഷൻ ആണ് ആദ്യത്തെ പ്രധാനമായിട്ടുള്ള ഒരു മേജർ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. എന്തിനു വേണ്ടിയിട്ട്? എഡ്യൂക്കേറ്റിംഗ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു മേജർ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷനാണ് സജസ്റ്റ് ചെയ്തത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിന്റെ ഡിഫറൻസുകൾ എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ കണ്ടതാണ്. സോ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സ്കൂൾസുകളിൽ വേണം, അല്ലെങ്കിൽ അവരെ റെഗുലർ സ്കൂളിന്റെ ഒരു ഭാഗമാക്കണം, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളത് സജസ്റ്റ് ചെയ്തത് കോത്താരി കമ്മീഷനാണ്. They suggested to integrate disabled children into regular schools. റെഗുലർ സ്കൂളുകളിലെ കുട്ടികളെ, ഡിസേബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രനുകളെയും അവരെയും ഉൾപ്പെടുത്തണം എന്നുള്ളത് കോത്താരി കമ്മീഷന്റെ ഒരു വലിയൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി അതിനെ തുടർന്ന്, അതായത് കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷനെ തുടർന്ന് 1964 റെക്കമെൻഡേഷനെ തുടർന്ന് വന്നതാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, IEDC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. IEDC എന്ന് പറഞ്ഞാൽ 1974 ഈ ഒരു പ്രോഗ്രാം ഇറങ്ങുന്നത്. എന്താണ്? അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ഇൻ റെഗുലർ സ്കൂൾ. അപ്പൊ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയ ഒരു പദ്ധതിയാണ് IEDC, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ളൊരു പ്രോഗ്രാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് അവർക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ, അതായത് ഇത്തരത്തിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് വളരെയധികം ആവശ്യമാണ്. അവരുടെ എയ്ഡ്സിനാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അപ്ലയൻസസ് വാങ്ങിക്കാനാണെങ്കിലും, അവരുടെ ട്രാൻസ്പോർട്ടിനാണെങ്കിലും, അവരുടെ ടീച്ചർ ട്രെയിനിങ്ങിനാണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ചസിനാണെങ്കിലും, ഇതിനെല്ലാം ഈ സപ്പോർട്ടിംഗ് സർവീസുകൾക്ക് എല്ലാം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്
കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ളൊരു പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. സോ കുട്ടികളെ റെഗുലർ സ്കൂളിന്റെ ഭാഗമാക്കണം, അല്ലെങ്കിൽ ഡിസേബിൾഡ് ചിൽഡ്രൻ ആയിട്ടുള്ള കുട്ടികളെ റെഗുലർ സ്കൂളിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു പ്രോഗ്രാം മുന്നോട്ട് വെച്ചത്. ഇനി ഇത് സംഭവിച്ചത് 1974 അപ്പൊ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു കോത്താരി കമ്മീഷന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത്, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇനി ഇതിന് ശേഷമാണ് 1986 1986 നമ്മുടെ NPE വരുന്നത്. അതായത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പോളിസി നമ്മളെ നാട്ടില് വരുന്നത് 1986 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസും സജഷൻസും പ്രോഗ്രാംസുകളും അവർക്ക് വേണ്ടി അതായത് ഡിസേബിൾഡ് ചിൽഡ്രന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുമായിട്ട് മുന്നോട്ട് വെച്ചു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അവര് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സജഷൻസ് ആണ്: they recognized the educational needs of children with disabilities. അവരുടെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ എഡ്യൂക്കേഷണൽ നീഡ്സ് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ റെഗുലർ സ്കൂളുകളുടെ ഭാഗമാക്കണം, അവരെ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൽ അവർ കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് മെയിൻ സ്ട്രീമിംഗ് അപ്രോച്ച്. അതായത് മൈൽഡ് ആയിട്ടോ മോഡറേറ്റ് ആയിട്ടോ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ ഓർഡിനറി സ്കൂളുകളിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവർക്കും റെഗുലർ സ്കൂളിന്റെ ഭാഗമായിട്ട് പഠിക്കാം എന്നുള്ള ഒരു സജഷൻ മുന്നോട്ട് കൊണ്ടുവന്നതാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. NPയുടെ ഭാഗമായിട്ട് ഈ ഒരു സജഷൻ അവർ മുന്നോട്ട് കൊണ്ടുവച്ചു. ഇനി കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ആണെങ്കിൽ, അതായത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഓർഡിനറി സ്കൂളുകളുടെ ഭാഗമായിട്ട് അവരെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി സിവിയർ ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ ഫോം ചെയ്യണം. സ്പെഷ്യൽ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് കൊണ്ടുവരണം. സ്പെഷ്യൽ സ്കൂളുകൾ ഫോം ചെയ്യണം സിവിയർ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു സജഷനും അവർ മുന്നോട്ട് കൊണ്ടുവച്ചു. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE ആണ് ഈ പ്രധാനപ്പെട്ട ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇനി അതുപോലെ തന്നെ എപ്പോഴൊക്കെ സാധ്യമാകുന്നു, എപ്പോഴൊക്കെ പോസിബിൾ ആകുന്നു, അപ്പോഴെല്ലാം കുട്ടികളെ, ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാക്കണം, അവരെയും അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ കണ്ടു. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ ഹോസ്റ്റലും കൂടെ പ്രൊവൈഡ് ചെയ്യണം. സിവിയർ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ചേർന്ന് പഠിക്കാനായിട്ട് ഹോസ്റ്റലോട് കൂടി സംവിധാനങ്ങളുള്ള സ്പെഷ്യൽ സ്കൂളുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു റെക്കമെൻഡേഷനും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE മുന്നോട്ട് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ്, ടീച്ചേഴ്സ് കുട്ടികളെ അതായത് സ്പെഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ, സ്പെഷ്യൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് എക്യുപ്ഡ് ആയിരിക്കണം, ടീച്ചേഴ്സ് അതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അപ്പൊ അതിനുള്ള ടീച്ചർ ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പ്രൊവിഷൻസ്, ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് NPE മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പൊ ടീച്ചേഴ്സിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ് ലഭിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ്, സ്പെഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉള്ള ഈ കുട്ടികളുടെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ്, സ്പെഷ്യൽ നീഡ്സ് വേണ്ടുന്ന ചിൽഡ്രൻസ്, അവരുടെയൊക്കെ ഇഷ്യൂസ് നമുക്ക് ഒരു പരിധി വരെ നമുക്കതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സ് അതിനനുസരിച്ച് എക്യുപ്ഡ് ആയിരിക്കണം, ട്രെയിൻഡ് ആയിരിക്കണം. അപ്പൊ ടീച്ചർ ട്രെയിനിങ്ങും ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ് എന്നുള്ള രീതിയിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ടീച്ചർ ട്രെയിനിങ്ങും ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എയ്ഡുകള്, അപ്ലയൻസസുകള്, അതുപോലെ സപ്പോർട്ട് സർവീസുകള്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ സർവീസുകള്, അത്തരത്തിലുള്ള എല്ലാ സർവീസുകളും, സപ്പോർട്ട് സർവീസുകളും, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലും NPE റെക്കമെൻഡ് ചെയ്തു.
അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ റെക്കമെൻഡേഷൻസിലെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ, സർവീസുകൾ, അതുപോലെ തന്നെ അവരെയും റെഗുലർ സ്കൂളിന്റെ ഭാഗമാക്കാനുള്ള ഇനീഷ്യേറ്റീവുകൾ. അപ്പൊ ഇതെല്ലാം 1986 റെക്കമെൻഡ് ചെയ്യുന്നത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഇതിന് ശേഷം 1986 ശേഷം 1992 അതായത് 1992 നമ്മൾ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റേഷൻ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞത്. സോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ 1986 പോളിസി റിപ്പോർട്ടുകളെല്ലാം ആസ് എ റിപ്പോർട്ട് അല്ലെങ്കിൽ സജഷൻസ്, റെക്കമെൻഡേഷൻ എന്നുള്ളൊരു ഫോമിലായിരിക്കും. അപ്പൊ ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെയാണ് റിയൽ കോണ്ടെക്സ്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. അത് 1992 നമ്മൾ മുന്നോട്ട് വെച്ചത്. സോ 1992 ഇംപ്ലിമെന്റേഷൻ ബ്ലൂ പ്രിന്റ് ആണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഇനി പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ ഭാഗമായിട്ടാണ് പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയായിരുന്നു? ഒന്നാമതായിട്ട് ഇന്റഗ്രേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ല, ഇന്റഗ്രേഷൻ ആണ് NPE 1986 മെയിൻ ആയിട്ടും മുന്നോട്ട് വെച്ച ഒരു ആശയം. സോ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇൻക്ലൂസീവ് ആയിട്ട് കുട്ടികൾക്ക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളായിരിക്കാം, ഇവർക്ക് എല്ലാവർക്കും ജനറൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്റഗ്രൽ പാർട്ടായിട്ട് പഠിക്കാനുള്ള ഒരു പ്രൊവിഷൻ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആശയം. രണ്ടാമത് പ്രോഗ്രാം ഓഫ് ആക്ഷനിൽ മുന്നോട്ട് വെച്ച മറ്റൊരു ആശയമാണ് എക്സ്റ്റേണലി അസിസ്റ്റഡ് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്, അതായത് സ്കൂളുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രൊജക്റ്റുകളും മുന്നോട്ട് വരാറുണ്ട്. അത് ഗവൺമെന്റ് തലത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് NGOസിന്റെ തലത്തിലായിരിക്കാം. അങ്ങനെ പല പ്രോജക്റ്റുകളും സ്കൂളുകൾക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊജക്റ്റുകളിലെല്ലാം ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആയിട്ട് ഈ ഒരു ഇൻക്ലൂഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. അതായത് ഏതൊക്കെ പ്രൊജക്റ്റുകൾ ഉണ്ടോ അതിലെല്ലാം ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ ഒരു എസെൻഷ്യൽ കമ്പോണന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കമ്പോണന്റ് ഒരു ആസ്പെക്ട് ആയി എടുത്തുകൊണ്ട് അസിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ പ്രോഗ്രാംസുകളും സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഓരോ സമയത്തും ഗവൺമെന്റിന്റെ പോളിസീസിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രോജക്റ്റുകൾക്കുള്ള ഫണ്ടിങ് വരുന്നതും, അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നതെല്ലാം ഈ ഒരു ആ ഒരു തലങ്ങളില് അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങളില് ഗവൺമെന്റ് എംഫസൈസ് ചെയ്യുന്ന ചില കീ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ 1992 ആസ് എ റിസൾട്ട് ഓഫ് NPE 1986 ഈ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിന് വലിയ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് പ്രൊജക്റ്റുകൾക്കൊക്കെ ഫണ്ടിങ് വരുന്നത് ഇത്തരത്തിലുള്ള പ്രൊജക്ട്സിന് കൂടുതൽ എംഫസിസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. മറ്റൊന്നാണ് കരിക്കുലം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ. കരിക്കുലത്തിലും ഇൻഫ്രാസ്ട്രക്ചറിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്? അതായത് വിഷ്വലി അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. ഈ കുട്ടികൾക്ക് എല്ലാം അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ കരിക്കുലത്തെ അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനെ ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട്, അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസിനെ മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സജഷൻ പ്രോഗ്രാം ഓഫ് ആക്ഷൻ മുന്നോട്ട് വെച്ചു. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറൽ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതെല്ലാം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് മുന്നോട്ട് വന്നു. ഇനി മറ്റൊന്നാണ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ്.
MLL എന്ന് പറയും. നമ്മൾ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് MLL. മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തില് അതായത് എത്ര വയസ്സാണോ കുട്ടിക്ക്, എത്രയാണോ കുട്ടിയുടെ ഏജ്, ആ ഒരു ഏജിനനുസരിച്ച് കുട്ടി അക്വയർ ചെയ്യേണ്ടുന്ന മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, അതായത് ഒരു ഒരു ഇന്ന ഇന്ന കാര്യങ്ങൾ ഈ ഒരു പ്രായത്തിൽ കുട്ടി അക്വയർ ചെയ്തിരിക്കണം എന്നുള്ളതിനെയാണ് നമ്മൾ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ ദി അച്ചീവ്മെന്റ് ഓഫ് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് by children with mild disabilities should be ensured through resource support and alternative learning materials wherever needed. കുട്ടികളുടെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എൻഷുർ ചെയ്തിരിക്കണം. അതായത് മൈൽഡ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ പലപ്പോഴും സ്കൂളിന്റെ ഭാഗമാക്കുമ്പോൾ അവര് ഒരു പക്ഷേ ക്ലാസ് റൂമിൽ ചേർന്ന് പോകുന്നു, അല്ലെങ്കിൽ ക്ലാസ്സുകൾ അങ്ങനെ അങ്ങ് അതിന്റെ പാർട്ടായി പോകുന്നു എന്നല്ലാതെ അവര് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് അക്വയർ ചെയ്തിട്ടുണ്ടോ, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് സപ്പോർട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസും എന്തൊക്കെയാണോ അതിന് നീഡഡ് ആയിട്ടുള്ളത് അതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഈ കുട്ടികളുടെ, അതായത് മൈൽഡ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ മിനിമം ലെവൽ ഓഫ് ലേണിംഗ് എൻഷുർ ചെയ്യണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആയിരുന്നു എക്സാമിനേഷൻ റിഫോംസ്. പരീക്ഷകളിലുള്ള ചേഞ്ചുകൾ, അതായത് ബോർഡ് എക്സാമിനേഷൻസ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രന് വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും ബോർഡ് എക്സാമിനേഷൻസിൽ അഡ്ജസ്റ്റ്മെന്റും അഡാപ്റ്റേഷൻസും ചെയ്യാമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട റിഫോം ആയിരുന്നു. എക്സാമിനേഷൻസിൽ അതുവരെ അത്തരത്തിലുള്ളൊരു ചേഞ്ച് ഉണ്ടായിരുന്നില്ല എങ്കിൽ 1992 പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് എക്സാമിനേഷൻസിൽ ഇത്തരത്തിലുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ബോർഡ് എക്സാമിനേഷൻസിൽ അഡ്ജസ്റ്റ്മെന്റും അഡാപ്റ്റേഷൻസും കൊണ്ടുവരാം എന്നുള്ളൊരു സജഷൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇത്തരത്തില് ഡിഫിക്കൽട്ടീസ് നേരിടുന്ന കുട്ടികൾ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ നമ്മുടെ ഒരു പോളിസി ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പോളിസിയിൽ ഇങ്ങനെ ഒരു ചേഞ്ചസ് വന്നതുകൊണ്ടാണ്. സോ എക്സാമിനേഷൻ റിഫോംസിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എപ്പോഴും ഇവർക്ക് ആവശ്യമുള്ള എയ്ഡ്സും ലേണിംഗ് മെറ്റീരിയൽസും സ്പെഷ്യൽ ലേണിംഗ് എയ്ഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്, അതായത് ബ്രെയിലി വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ബ്രെയിലി ബുക്സ്, ബ്രെയിലി കിറ്റുകൾ, ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനും അതുപോലെ സ്കൂൾസിൽ അവൈലബിൾ ആക്കാനുമുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരണം എന്നുള്ളതും പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ ഒരു നിർദ്ദേശമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുകയും അത് സ്കൂളുകളിൽ അവൈലബിൾ ആക്കുകയും ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസും അതിന് വേണ്ടിയിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസും മുന്നോട്ട് വെക്കണം എന്നുള്ളത് പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ ഒരു നിർദ്ദേശമാണ്. ഇതെല്ലാമാണ് പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ പ്രധാനപ്പെട്ട സജഷൻസ് ആൻഡ് ചേഞ്ചസ് നമ്മുടെ സ്കൂളുകളിൽ ഇതിന്റെ ഭാഗമായിട്ട് വന്നത്. സോ 1986 NPE പ്രകാരം, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള സജഷൻസിന്റെയും റെക്കമെൻഡേഷൻസിന്റെയും ഒരു എങ്ങനെ അത് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് 1992 ഗവൺമെന്റ് പുറത്തിറക്കിയ രേഖയാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ. പ്രോഗ്രാം ഓഫ് ആക്ഷന്റെ കുറച്ച് സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ആൻഡ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രകാരം ഇനി എന്തൊക്കെ സ്കൂളുകളിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോഗ്രാം ഓഫ് ആക്ഷനിൽ നമ്മളിപ്പോൾ കണ്ട പ്രധാനപ്പെട്ട കുറച്ച് ചേഞ്ചസ്. ഇതനുസരിച്ച് സ്കൂളുകളിലാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും പല ചേഞ്ചസും വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം 1992 ശേഷം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് PWD ആക്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് 1995. അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. എന്താണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്? അതായത് അതുവരെയും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് അവർക്ക് സ്കൂളുകളിൽ പഠിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്.
പക്ഷേ 1995 PWD ആക്ടിന് ശേഷമാണ്, PWD ആക്ടോട് കൂടിയാണ് ഇതൊരു റൈറ്റ് ആയിട്ട് വന്നത്. അതായത് അത് അവരുടെ ഒരു അവകാശമായിട്ട് വരുന്നത് ഈ ഒരു PWD ആക്ടിലൂടെയാണ്. അതായത് ഫോർമലി ലീഗൽ റെക്കഗ്നീഷൻ ലഭിക്കുകയാണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക്. അവർക്ക് ഒരു ലീഗലി ഇത് റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. അതായത് അവരൊരു റൈറ്റ് ഹോൾഡേഴ്സ് ആയി. ഇപ്പൊ അവർക്കുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമായി മാറി. ഇതുവരെയും സ്കൂളുകൾക്ക് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അതുവരെയും അത് അവരുടെ അവകാശമല്ല. പക്ഷെ ഇതിനു ശേഷം അത് അവരുടെ ഒരു അവകാശമാണ്. ഇനി അതിന് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് അതിനെതിരെ ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ ലഭിക്കുകയാണ് ചെയ്തത്. സോ അവരുടെ ഒരു ലീഗലി അവർക്ക് അതൊരു അവകാശമായിട്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവരുടെ അവകാശമായിട്ട് വരുന്നത്? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടിൽ ഒരുപാട് റൈറ്റ്സ് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുകയാണ്. ഒരുപാട് റൈറ്റ്സ് അവരുടേതായി മാറുന്നു. അവര് ഇതൊരു പാസീവ് റെസിപ്പിയൻസോ അല്ലെങ്കിൽ അതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ടോ ഒരു വെൽഫെയറിന്റെ ഭാഗമായിട്ടോ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ സ്കൂളുകളിൽ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും അല്ലാതെ ഇത് അവരുടെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ് എന്നുള്ളതിൽ ഊന്നിക്കൊണ്ട് ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവരുടെ അവകാശമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. സോ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരം 7 കാറ്റഗറീസ് ഓഫ് ഡിസബിലിറ്റീസ് ആണ് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടത്. അതായത് 7 തരത്തിലുള്ള ഡിസബിലിറ്റീസിനെയാണ് PWD ആക്ട് അംഗീകരിച്ചത്. ഇനി അവരുടെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇതിന് വേണ്ടിയിട്ടെല്ലാം PWD ആക്ട് പ്രകാരം അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ ആസ്പെക്റ്റുകളിലും നിയമങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓരോന്നിനനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഈ നിയമത്തിൽ അല്ലെങ്കിൽ PWD ആക്ടിൽ മുന്നോട്ട് വെച്ചു. അവർക്കുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ നോൺ ഡിസ്ക്രിമിനേഷനെ കുറിച്ചായിക്കോട്ടെ, ആക്സസിബിലിറ്റീസ്, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇതിലെല്ലാം ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും 7 കാറ്റഗറീസ് ഓഫ് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് PWD ആക്ട് മുൻതൂക്കം നൽകിയത്. ഇനി അതിൽ ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസിന്റെ ഗവൺമെന്റ്സിന്റെയും ലോക്കൽ അതോറിറ്റീസിന്റെയും ഒരു റോൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് PWD ആക്ടിൽ മുന്നോട്ട് വെക്കുന്നത്. എവ്രി ചൈൽഡ് വിത്ത് എ ഡിസബിലിറ്റി ഹാസ് ആക്സസ് ടു ഫ്രീ എഡ്യൂക്കേഷൻ in an appropriate environment till he attains the age of 18 years. 18 വയസ്സാകുന്നത് വരെ ഈ കുട്ടിക്ക് വേണ്ടുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഉള്ള ആക്സസ്, ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത് ഇറ്റ്സ് ഡ്യൂട്ടി ഓഫ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ്. അത് എൻഷുർ ചെയ്തിരിക്കണം. അതായത് എന്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിലും അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്, ആക്സസബിൾ ആകുന്നുണ്ട് എന്നുള്ളത്, 18 വയസ്സ് വരെ ആക്സസബിൾ ആകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെയും ലോക്കൽ അതോറിറ്റീസിന്റെയും ഒരു ഡ്യൂട്ടിയാണ്. ഇനി അതുപോലെ തന്നെ to promote the integration of students with disabilities in the normal schools. ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ നോർമൽ സ്കൂൾസിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതും അതിന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഗവൺമെന്റ്സിന്റെ ഒരു റോളാണ്. ലോക്കൽ അതോറിറ്റീസ് അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളത് PWD ആക്ട് എംഫസൈസ് ചെയ്യുന്ന ഗവൺമെന്റിന്റെയും ലോക്കൽ അതോറിറ്റീസിന്റെയും റോളാണ്. ഇനി promote setting up special schools in government and private sector for those in need of special education. Integration of education മാത്രമല്ല, മറിച്ച് സ്പെഷ്യൽ സ്കൂളുകൾ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും പ്രൊമോട്ട് ചെയ്യണം, സെറ്റപ്പ് ചെയ്യണം, സ്പെഷ്യൽ സ്കൂളുകൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു PWD ആക്ടിന്റെ ഒരു നിർദ്ദേശമാണ്. മറ്റൊന്ന് endeavor to equip the special school for children with disabilities with vocational training facilities. സ്പെഷ്യൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിനുള്ള ഫെസിലിറ്റീസ് കൂടി പ്രൊവൈഡ് ചെയ്യണം, കുട്ടികളെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് കൂടി എക്യുപ്പ് ചെയ്യണം എന്നുള്ളത് PWD ആക്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്.
ഇനി PWD ആക്ട് 1995 നമ്മൾ പറഞ്ഞു അല്ലെ, 1995 PWD ആക്ട് ഇനീഷ്യലി വന്നത്. ഇനി അതിനുശേഷം 2016 ഇത് വീണ്ടും PWD ആക്ട് റീപ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തു. അപ്പം ഇപ്പോൾ നമ്മൾ കാണുന്ന PWD ആക്ട് 2016 ചേഞ്ച് ചെയ്തിട്ടുള്ള PWD ആക്ട് ആണ്. ഇത് പ്രകാരം ഡിസബിലിറ്റീസ് അന്ന് വരെ നമ്മൾ പറഞ്ഞു 7 ഡിസബിലിറ്റീസ് ആണ് അതിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 21 കാറ്റഗറീസ് ആയി. 21 കാറ്റഗറീസ് ആയിട്ട് മാറ്റിയത്. 21 കാറ്റഗറീസിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. അതിന് ഓരോന്നിന്റെയും പ്രത്യേകതകൾ ഇന്ന ഇന്ന രീതിയിലുള്ളതാണെങ്കിലാണ് ഈ കാറ്റഗറിയിൽ പെടുക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് PWD ആക്ട് 2016 ഡിസ്ക്രൈബ് ചെയ്തു. ഇനി they strengthened provisions for inclusive education. അതുവരെ നമ്മൾ പറഞ്ഞത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഇനി അത് 2016 മെയിൻ എംഫസിസ് കൊടുക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, റീസണബിൾ അക്കമഡേഷൻ, അസിസ്റ്റീവ് ടെക്നോളജി, നോൺ ഡിസ്ക്രിമിനേഷൻ, ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള നിർദ്ദേശങ്ങൾ PWD ആക്ടിൽ മുന്നോട്ട് വെച്ചു. ദെൻ 2016 പ്രകാരം PWD ആക്ട് 2016 പ്രകാരം റിസർവേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 5% റിസർവേഷൻ ആണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് മുന്നോട്ട് വെച്ചത്. അതുവരെ 3% ആയിരുന്നു. ഇപ്പോ 2016 അത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ റിസർവേഷൻ എന്ന് പറയുന്നത് 5% ആയിട്ട് ഉയർത്തി. അപ്പൊ 2016 ഈ PWD ആക്ട് ചേഞ്ച് പ്രകാരം പുതിയ ഒരുപാട് റെക്കമെൻഡേഷൻസും നിർദ്ദേശങ്ങളും PWD ആക്ടിൽ ഉൾപ്പെടുത്തി. ഇതിലെല്ലാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ അക്കോമഡേഷൻസിനെ കുറിച്ചും അവർക്കുള്ള സർവീസുകളെ കുറിച്ചും അവരുടെ ട്രെയിനിങ്ങിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്കുള്ള റിസർവേഷൻസ്, ഓരോ കാറ്റഗറിയിലുള്ള റിസർവേഷൻസ്, അവരുടെ എംപ്ലോയ്മെന്റ് റിസർവേഷൻസ്, അവരുടെ എഡ്യൂക്കേഷൻ റിസർവേഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചേഞ്ചസ് മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ ചേഞ്ചസ് എല്ലാമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ളവർ അവരുടെ ഒരു അവകാശമായിട്ട് ഇത് നേടിയെടുക്കാനും അവർക്ക് എംപ്ലോയ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസും എല്ലാം വർദ്ധിക്കുന്നതിന് ഈ ഒരു PWD ആക്ട് പ്രധാനമായിട്ടും കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു 1995 PWD ആക്ട് ഇനീഷ്യലി വന്നത്. ദെൻ നമുക്കറിയാവുന്ന പോലെ സ്കൂളുകളിൽ പ്രധാനമായിട്ടും വന്നൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് ഈ SSA എന്ന് പറയുന്നത്, സർവശിക്ഷാ അഭിയാൻ. 2001 SSA വരുന്നത്. SSAയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ ആണ്. എലമെന്ററി എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സലൈസേഷൻ, UEE എന്ന് പറയും. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് SSA, സർവശിക്ഷാ അഭിയാൻ. അപ്പോൾ ഇതൊരു നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു എഡ്യൂക്കേഷന്റെ ലെവലിൽ. അപ്പൊ SSAയുടെ ഭാഗമായിട്ട് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കമ്പോണന്റ് എന്ന് പറഞ്ഞുകൊണ്ട് IESSA എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടീച്ചർ ട്രെയിനിങ്ങുകൾ, അതിന്റെ അസിസ്റ്റൻസ്, സർവീസുകൾ, ഇതെല്ലാം സർവശിക്ഷാ അഭിയാന്റെ കീഴിലൂടെ ലഭിക്കാൻ തുടങ്ങി. സോ IESSA എന്നുള്ളതാണ് 2001 ഇതിന്റെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അതിലൂടെയാണ് റിസോഴ്സ് ടീച്ചേഴ്സുകൾ, എയ്ഡുകൾ, അപ്ലയൻസസുകൾ, അതുപോലെ കുട്ടികൾക്ക് ഹോം ബേസ്ഡ് എഡ്യൂക്കേഷൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു SSAയുടെ കീഴിൽ ആണ് പ്രൊവൈഡ് ചെയ്തത്. ഇനി അതിനുശേഷം 2001 SSA വന്ന് 2018 സമഗ്ര ശിക്ഷാ അഭിയാൻ വരുന്നത്. സമഗ്ര ശിക്ഷാ അഭിയാനായിട്ട് അത് മാറി. സോ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രീ പ്രൈമറി ടു സീനിയർ സെക്കൻഡറി ലെവൽ വരെ അത് കണ്ടിന്യൂ ചെയ്യണം, അതിന്റെ ഫോക്കസ് കൊണ്ടുവരണം എന്നുള്ളത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ 2018 വന്ന സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രീ പ്രൈമറി മുതൽ സീനിയർ സെക്കൻഡറി ലെവലിൽ വരെ അത് വ്യാപിപ്പിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ ട്രെയിനിങ്ങുകളും റിസോഴ്സ് സപ്പോർട്ടുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം ഈ ഒരു
സമഗ്ര ശിക്ഷാ അഭിയാന്റെ കീഴിലൂടെയാണ് സ്കൂളിലേക്കുള്ള ഇതുകളെല്ലാം ലഭിച്ചത്. ഇനി നമ്മൾ കണ്ടു 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, NPE കണ്ടു. ഇനി അതിനുശേഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. 2020 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. 2020 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണെങ്കിലും കുട്ടികളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെക്കമെൻഡേഷൻസും സജഷൻസും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ അതിൽ പ്രധാനമായിട്ടും പറയുന്നതാണ്, ഒന്നാമത്, the policy aims to ensure that no child loses any opportunity to learn and excel because of circumstances of birth or background. അവരുടെ ജനനം മൂലമോ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മൂലമോ ഒരു തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും കുട്ടികൾക്ക് നഷ്ടപ്പെടരുത് എന്നുള്ളത് NEPയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് SCDGS, അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ്, സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എംഫസിസ് NEPയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ എംഫസിസ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പുകൾക്കും NEP മുൻതൂക്കം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്, അതായത് ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ബിൽഡ് the nation's capacity to provide equitable quality education for all girls as well as transgender students. അതായത് ജെൻഡർ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ജെൻഡറിൽ യാതൊരു ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെ ഗേൾസിനാണെങ്കിലും ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിനാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് NEPയുടെ മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ്. ഇനി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോണുകൾ എന്നുള്ള പേരിൽ ഡിസഡ്വാൻറ്റേജ്ഡ് റീജിയൻസിൽ സ്കൂളുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സോണുകൾ മുന്നോട്ട് വരണം. അവിടെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്ത ഏരിയകളെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ് കൂടുതലുള്ള ഏരിയാസ്. അപ്പൊ ഈ ഏരിയകളിലെല്ലാം എഡ്യൂക്കേഷൻ സോൺസ് നിലവിൽ വരികയും ആവശ്യത്തിനുള്ള സ്കൂളുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഈ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു. ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് will be enabled to fully participate in the regular schooling process from foundation stage to higher education. ഇപ്പൊ NEPയുടെ ഭാഗമായിട്ട് സ്കൂൾ സിസ്റ്റത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നു. ഫൗണ്ടേഷൻ സ്റ്റേജ്, പ്രിപ്പറേറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പൊ ഈ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ അവരെ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവർക്ക് റെഗുലർ സ്കൂളിംഗ് പ്രോസസ്സിൽ ആവശ്യത്തിനുള്ള ഇനഫ് പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ളതും NEPയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആണ്. ഇനി RPWD ആക്ട്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് 2016 അനുസരിച്ച് 2016 PWD ആക്ട് അനുസരിച്ച് will be fully implemented to ensure that children with disabilities have equal opportunities to obtain quality education. എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈക്വലി ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരികയും അല്ലെങ്കിൽ PWD ആക്ടിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് NEPയുടെ നിർദ്ദേശം. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റീവ് ഡിവൈസസുകൾ, അപ്രോപ്രിയേറ്റ് ടെക്നോളജി ബേസ്ഡ് ടൂൾസ്, അല്ലെങ്കിൽ അഡിക്വേറ്റ് ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് ടീച്ചിങ് ട്രെയിനിങ് മെറ്റീരിയൽസ്, ഇതെല്ലാം അവൈലബിൾ ആക്കണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. നമ്മൾ കാണുന്ന എല്ലാ പോളിസി ഡോക്യുമെന്റ്സിലും ഇത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. അവർക്ക് ആവശ്യമുള്ള അസിസ്റ്റീവ് ഡിവൈസുകൾ, അപ്രോപ്രിയേറ്റ് ടെക്നോളജി ടൂൾസുകൾ, ഇത് എപ്പോഴും മുന്നോട്ട് വെക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റിൽ നമ്മൾ സ്കൂളുകളിൽ ഇതിനാവശ്യത്തിലുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നോളജിക്കൽ ഡിവൈസുകൾ എല്ലായിടത്തും ആക്സസിബിൾ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അത് ഓരോ പോളിസിയിലും അത് വീണ്ടും വീണ്ടും പരാമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. യെസ്, അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ പോളിസി ആൻഡ് ഇൻക്ലൂഷന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം പോളിസീസ് വളരെ പ്രധാനപ്പെട്ട
ചേഞ്ചസ് കൊണ്ടുവരികയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ളവരുടെ ഒരു എംപ്ലോയ്മെന്റ് സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ മുന്നോട്ട് വെക്കാനും പോളിസീസും അതുപോലെ പ്രോഗ്രാംസും കാരണമായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഹിസ്റ്ററി ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോളിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ ഡിസ്കഷൻസ് നമുക്ക് പിന്നീട് വെക്കാം, നേരിട്ടിട്ടുള്ള ഓഫ്ലൈൻ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്കഷൻസോ വെക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ് വീണ്ടും വായിക്കുക, റെഫർ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട് റെഡിയാക്കാം. ഓക്കെ, ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. താങ്ക് യു.